ഇന്നും ആ ചേട്ടൻ ഇങ്ങോട്ട് വന്നപ്പോ മെയിൻ പണിക്കാരനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ കാല് പിടിക്കാൻ പോകുന്നത്. അച്ഛനെ ഭയങ്കര പനിയായിരുന്നു, കാരണം ഒന്ന് പണിക്കിറങ്ങാതിരുന്നെ. അവിടെ അർജന്റ് പണിയാന്ന് അറിയാൻ പാടില്ലേ? ഞാനല്ല അവിടെ കിടന്ന് ചീത്തയാക്കണേ. ആ പണി എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കാൻ പറഞ്ഞ ആ പുള്ളിയാണ് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ പോകുന്ന വഴിക്ക് വണ്ടിയുടെ പെട്രോളും തീർന്നത് അവിടെ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നേക്കണേ. എന്തെല്ലൊക്കെ കേൾക്കണം. എന്ത് പനി? ഒരു ചെറിയ ചൂട് വന്നപ്പോഴേക്കും ഇങ്ങനെ പനിയാന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരുന്ന വല്ലതും നടക്കുമോ? പറ്റുമെങ്കിൽ വാ, അല്ലെങ്കിൽ ഒരു പണിയാ സുഖം, അല്ലെങ്കിൽ ഞാൻ ആശുപത്രി കൊണ്ടാ വാ. എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടേ കാര്യമുള്ളൂ. പിന്നെ ആ സുഖം ഞാൻ പിന്നെ മാറിക്കോളൂ. തന്നെ ഒന്നും മാറൊന്നുമില്ല. നീ എനിക്ക് രോഗപാടും കാണിച്ചു. നമുക്ക് തിങ്കളാഴ്ച വല്ല പണിക്ക് പോവോ? അതവിടെ കല്യാണ വീടാ. ആ പുള്ളി എന്നെ എപ്പൊ കുറച്ച് മുമ്പ് വിളിച്ചോളൂ. ആ പണി കഴിഞ്ഞാൽ തീർന്നു. അവിടെ ഇരുന്നേ, അവിടെ ഇരി. എന്നെ ഇരുത്തിയിട്ട് എന്താ കാര്യം? വെറുതെ ഒരു പനിയാണ്. കണ്ടാ? ആ, ഇതാണ് പനിക്കുള്ള മരുന്ന് അല്ലേ? ഞാനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്നെ ഇത് തന്ന് മയക്കാനോ ഒന്ന് കണ്ട, അല്ലെങ്കിൽ ഒരു പണി ഇതാണ് കുഴപ്പം. ഓരോ പണിക്കാരുടെ അടുത്ത് ചെല്ലുമ്പോഴും ഇതാണ് എന്റെ ഗതിയാണ്. ഇനി ഞാൻ അങ്ങനെ പണി സ്ഥലത്തേക്ക് പോണേ. ഒരു പണി, ഒരു ഗ്ലാസ് ഇഞ്ഞെടുത്ത് പണിക്കോണ്ടേ. പണിയൊക്കെ പിന്നെ ചെയ്യാം. പണി ഒരു ദിവസങ്ങളിൽ ലീവ് എടുത്തില്ലെങ്കിൽ എന്തുകൊണ്ട് പണിക്കാരൊക്കെ ആശാന് പറഞ്ഞ നാളെ പോലെ നോക്കട്ടെ. വെള്ളം വേണ്ടേ? വെള്ളവും വേണ്ട, കിളവും വേണ്ട. കൊല്ലുള്ളൂന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് വെള്ളം വയ്ക്കാറുണ്ട്. ടച്ചിങ്സ് ഒന്നുമില്ല. ഇതായിട്ട് ബാക്കി വെച്ചേക്കണ്ട. ഇതാവാൻ കുടിച്ചാലേ നാളെയും പണിക്ക് വരില്ല. അയ്യോ ആശ എല്ലാം തീർത്താ? ടച്ചിങ്സ് വന്നപ്പോക്കും ആകെ കുറച്ചല്ലേ ഉണ്ടായുള്ളൂ. എന്തായാലും കഴിച്ചു. അതൊരു പണി. നീയോ അവിടെ പോയി വേണം വാങ്ങിച്ചോണ്ടുവാ. അപ്പൊ പണിക്ക് പണിയൊക്കെ അവിടെ കിടക്കട്ടെ, പിന്നെ പണിയാം.